ഹാപ്പി ഓണം. ഇന്ന് പരിപ്പ് സേമിയ പായസമാണ് ഓണസദ്യയ്ക്കൊക്കെ വിളമ്പാനും കൂടാതെ വീട്ടിലിടയ്ക്കൊക്കെ തയ്യാറാക്കാവുന്ന നല്ല ഒരു അടിപൊളി പായസമാണ്. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ പായസം തയ്യാറാക്കാൻ എന്തൊക്കെ ആവശ്യമായി വേണ്ടതെന്ന് നോക്കാം. അരക്കപ്പ് പയറുപരിപ്പ്, അരക്കപ്പ് വെർമസലി, 1 കപ്പ് ശർക്കര, ഇതൊക്കെയാണ് വേണ്ടത്. എന്നിട്ട് ആവശ്യത്തിന് നെയ്യും, 1.5 കപ്പ് തിരുമിയ തേങ്ങയാണ്. ജാറിലിട്ടതിന് ശേഷം 1.5 കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് അത് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് വെള്ളം ചേർക്കേണ്ടത്. ഇനി നമുക്കത് അരച്ചെടുക്കാം. ഇപ്പോൾ അത് അരച്ചെടുത്തു ഇതേപോലെ. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തതിന് ശേഷം, ഇത് നല്ല തിക്കായിട്ടുള്ള പാലാണ്. ഇത് കഴിഞ്ഞ് അതിൻ്റെ കൊത്ത് എന്നിട്ട് അതുപോലെ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് അതും ഒന്ന് നല്ല പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് 1/2 കപ്പ് ചെറുപയർ പരിപ്പാണിത്. അത് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് റെഡിഷ് കളറാവുകയും ടേസ്റ്റിന് വ്യത്യാസമുണ്ടാകും. ഇതേ രീതിയിലാണ് അത് വറുത്തെടുക്കേണ്ടത്. അതിൻ്റെ കളർ തന്നെ ഒട്ടും ചേഞ്ച് വന്നിട്ടില്ല. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അത് നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 1/2 കപ്പ് വെർമസലി ചേർക്കണം. ഇത് റോസ്റ്റ് ചെയ്ത വെർമസലിയാണ്. അതുകൊണ്ട് ഒരു 1-2 മിനിറ്റ് അതിൽ ചേർത്തിരിക്കുന്ന നെയ്യ് അതിൽ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് നമുക്ക് കുക്കറിൽ അത് ഇട്ടതിന് ശേഷം അതിലോട്ട് 1.5 കപ്പ് അളവിൽ വെള്ളം ചേർക്കണം. 1/2 കപ്പ് വെർമസലി എടുക്കുമ്പോൾ 1.5 കപ്പ് അളവാണ് അതിൻ്റെ കറക്റ്റ് അളവ്. അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 1 വിസിലാവുന്നത് വരെ വയ്ക്കണം. ഇനി നമുക്ക് ചവ്വരി വേവിച്ചെടുക്കണം. 1/4 കപ്പ് ചവ്വരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ അത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. 1 കപ്പ് ശർക്കരയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. അതൊന്ന് നല്ല മിക്സാക്കി എടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കുക്ക് ചെയ്തെടുക്കണം. ഞാനെപ്പോഴും ശർക്കര നേരിട്ടാണ് ചേർക്കാറ് പായസത്തിന്. പക്ഷേ ഇതുപോലെയുള്ള പരിപ്പ് പായസത്തിനൊക്കെ ഇതേപോലെ വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഉടനെ അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് ഓപ്പൺ ചെയ്തത്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളിത് വെള്ളത്തിലിട്ട് വേവിച്ചാലും ഒരിക്കലും ഇത് വേവാൻ വളരെ പ്രയാസമാണ്. ഇനി നമുക്ക് അതുപോലെ പരിപ്പ് നല്ല കഴുകിയതിന് ശേഷം അതിലോട്ടിട്ടു. അതും ഇതുപോലെ 1/2 കപ്പ് പരിപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ചേർത്തത്. അത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലാവുന്നത് വരെയാണ്. ഇപ്പോൾ അത് 2 വിസിലായി. അതും ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാണ് ഓപ്പൺ ചെയ്തത്. നല്ല സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇതേ രീതിയിലാണ് അത് വേകേണ്ടത്. ഇനി നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കാം. ഈ സമയം നല്ല ചൂടായിരിക്കുമ്പോൾ അതിൽ നെയ്യ് നല്ല അത് മെൽറ്റാവുകയും അതിൽ നല്ല അത് ഫ്ലേവർ കൊടുക്കും ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട്. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ച വെർമസലി അതിലോട്ട് ചേർക്കാം. അതും ഒന്ന് നല്ല മിക്സാക്കി എടുക്കണം ചെറുതായിട്ട്. എന്നിട്ട് നമുക്ക് ഉരുക്കി വെച്ച് ശർക്കര അതിലോട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇത് നല്ല ഓർഗാനിക് ശർക്കരയാണ്. എന്നാലും അതിൽ അങ്ങനെ ഒന്നും വേസ്റ്റ് ഒന്നും കാണില്ല. ഇനി നമുക്കത് പതുക്കെ ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ എല്ലായിടത്തും അത് നല്ല മിക്സ് ആവും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാം നല്ല അത് മിക്സാക്കി ഇതേപോലെയാണ് അത് ഇരിക്കേണ്ടത്. ഈ സമയം നമ്മൾ വേവിച്ച് വെച്ച ചവ്വരിയും ചേർക്കണം. ചവ്വരിയും ചേർത്തതിന് ശേഷം അതും ഒന്ന് മിക്സാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നല്ല ഇനി നമുക്ക് അതിലോട്ട് ഏലക്ക ചേർക്കാം. 4 ക്രഷ് ചെയ്ത ഏലക്കാണ്.
എന്നിട്ടും അത് നല്ല ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് ഈ സമയം. എന്നിട്ട് തേങ്ങാപ്പാൽ ആദ്യം എടുത്ത തേങ്ങാപ്പാലാണ് ചേർക്കുക, 1-ാം പാല്. അത് നല്ല ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അത് ചെറുതായിട്ടൊന്ന് തിക്കാവുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ എന്നാലേ തേങ്ങാപ്പാലിൻ്റെ രുചി ഉണ്ടാകുള്ളൂ. നമ്മൾ ഉടനെ അത് എടുത്തു കഴിഞ്ഞാൽ ആ രുചി ഉണ്ടാവില്ല. ഇപ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്തിട്ട് 1 പിഞ്ച് സോൾട്ടും ചേർത്തായിരുന്നു. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഇപ്പോൾ ഏകദേശം അത് റെഡിയായി വന്നിട്ടുണ്ട്. അതപ്പോൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പായസം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ചെറുതായി തിക്കാവുന്ന സമയത്ത് 2-ാം പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിലോട്ട് ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ചെറിയ പീസായി കട്ട് ചെയ്ത തേങ്ങയും ചേർത്ത് നല്ല ഒന്ന് വറുത്തെടുക്കണം. പായസത്തിന് ആവശ്യത്തിന് മധുരമുണ്ട്. കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ ശർക്കര ചേർക്കണം. എന്നിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും ചേർക്കണം. കാഷ്യൂനട്ടും ചേർത്തതിന് ശേഷം അതും ഒന്ന് നല്ല റോസ്റ്റായി വന്നതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ റൈസൻസും ചേർത്ത് ഇപ്പോൾ അത് നമുക്ക് പായസത്തിലോട്ട് ഒഴിക്കാം. ഈ സമയം ഇപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്, നെയ്യുടെയൊക്കെ. നല്ല രുചികരമായൊരു പായസമാണ്. 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു മുന്നേ അടപ്പായസത്തിൻ്റെയും കടലപ്പായസത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഫ്രണ്ട്സ്. ഈ പായസം ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.